അന്നം തേടിയുള്ള മനുഷ്യൻ്റെ അലച്ചിലിന് അവൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഗൾഫ് മരുഭൂമിയിൽ എണ്ണയുടെ ഉറവ കണ്ടു തുടങ്ങിയതോടെ ഉരുവിലും ചരക്ക് കപ്പലുകളിലുമായി മാസങ്ങൾ നീണ്ട സാഹസിക യാത്രയിലൂടെ മലയാളികളും ആ സ്വപ്നഭൂമിയിൽ എത്തിത്തുടങ്ങി. കുടുംബം പുലർത്താൻ വേണ്ടി അക്കരെ എത്തിയ ആദ്യത്തെ മലയാളി ആരായിരിക്കും? ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പറന്നിറങ്ങുന്ന പുതിയ തലമുറയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് മുമ്പേ നടന്നു നീങ്ങിയ, ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടാതെ പോയ ആദ്യകാല പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ. അക്കരയായാലും ഇക്കരയായാലും ഭാഗ്യം വേണം കര കയറാൻ. കടൽ താണ്ടി കരയേറിയ പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ലവരിൽ നിർഭാഗ്യവാന്മാർ. ഉരുവേറി കടൽ താണ്ടി കരയേറിയ പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ലവരിൽ നിർഭാഗ്യവാന്മാർ. പണിയില്ലാത്തോരുടെ പറുദീസയായുള്ള മറുനാട്ടുവാതിൽക്കൽ കാണാം. നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഉരുകുന്ന ജന്മങ്ങളേറെ. പണിയില്ലാത്തോരുടെ പറുദീസയായുള്ള മറുനാട്ടുവാതിൽക്കൽ കാണാം. നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഉരുകുന്ന ജന്മങ്ങളേറെ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ.
മാറിയാനെ അവിടെ നിങ്ങളൊക്കെ എത്ര പേര് എല്ലാവരും റൂമിലുണ്ട്. പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് നീ എന്ത് സാധനം ഒന്നും കൊടുത്തേക്കായിരുന്നേ? എന്തെങ്കിലും വാങ്ങി കൊടുത്തേച്ചൂടായിരുന്നോ? മറ്റുള്ള സാധനങ്ങൾ അവര് എല്ലാം പറഞ്ഞ പോലെ ആഹാ, ഇതുവരെ ഒരുങ്ങിയില്ലേ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയമായി. വേഗം നോക്ക്, പെട്ടിയൊന്നും കെട്ടിയില്ലല്ലേ? വിളി കഴിഞ്ഞോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ ഒരു 10 കിലോ സാധനം കൊണ്ടുവരാൻ പറ. ഇപ്പോ തന്നെ ഈ പെട്ടിയിൽ മുക്കാഭാഗവും മറ്റുള്ളവരുടെ സാധനങ്ങളാ. സാരല്ലടാ, എന്റെ അവസാനത്തെ പോക്കല്ലേ, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ലല്ലോ. എന്നാ പിന്നെ എല്ലാരോടും അങ്ങനാണെങ്കിൽ അടുത്ത കൊല്ലത്ത് ഹജ്ജിന് പോവും. ഹജ്ജ് കഴിഞ്ഞിട്ട് സുബൈറിൻ്റെ കൂടെ അബുദാബിക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. ഗൾഫാരുടെ സുഖം ഞമ്മക്കും വേണ്ടേ ഒന്നറിയാ. കുട്ടിയിലേക്കാ എന്താടാ കിടന്ന് കേറുന്നത്? വേഗം ഇങ്ങോട്ട് വരും, ഒരു കാര്യം പറയാനാ. പ്രാവശ്യം ലീവ് കുറച്ച് നേരത്തെ എടുത്താണ്. വരുന്ന കാര്യം ആരെയും അറിയിച്ചില്ല. എയർപോർട്ടിൽ നിന്ന് വണ്ടി വിളിച്ചാൽ നേരെ കൊണ്ട് പോന്നാ. ഹലോ, ആ എപ്പോഴെത്തിയ? ഇപ്പം എത്തിയതേ ഉള്ളൂ. എന്തൊക്കെ സുഖം തന്നെയല്ലേ? യാത്രയൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ചെറുക്കൻ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി. അതാ പറയാതെ പോകുന്നത്. നിങ്ങളാകെ ബേജാറായി പോയി. അകത്തേക്ക് ഇരിക്കാം. വാ കുഞ്ഞാലിയെ. ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്കുക. പിന്നെ ലീക്ക് ചെയ്യാൻ പറ്റും. മര്യാദയ്ക്ക് പണിയെടുത്തോ? പിന്നെ പണിയെടുത്തോ? ഞാൻ ഇപ്പം വരും. ഞാൻ പോയി ഞാൻ പണി നിർത്തണ. ആ വീരാനെ, അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണല്ലോ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണേ. എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? ഒരുപട്ടോളെ എന്റെ ആങ്ങള് ഗൾഫിൽ നിന്നിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ എന്റെ തന്തേ? ഒന്ന് വേ ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. പോത്തെ എവിടെ പോയി എന്റെ മക്കളൊക്കെ? കളിക്കാൻ പോയതാ. ഓലെ കളി ഇന്ന് കളിച്ച കണ്ടൊരു ദോശോല്. ഇന്ന് എവിടേക്കാ ഞാൻ മണ്ടണ്ടി പഠിച്ചോനെ. ആ പൊട്ടി പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ അത് മുഴുവൻ ലീക്കായി പോയില്ല. മാരക്കൊത്തന്മാരെ നിക്കവിടെ. അങ്ങനെ കളി ഞാൻ തീർത്തരാം. എന്നാലും ഈ നമ്മളോട് ഇത് ചെയ്യൂന്ന് കരുതിയില്ല. കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. വിമാനത്താവളം കാണിച്ചു തരാന്ന് ഓർക്കൊരു പൂത ഉണ്ടാക്കിയ വെറുതെ ആയിപ്പോയി. അളിയൻ വന്നു എന്ന് കേട്ടവൻ തുടങ്ങിയതാ സൂറ കരച്ചില്.
വരുന്ന കാര്യം ഒന്ന് അറിയിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഓള് കരയണത്. സാധാരണ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം ആ സംഗതി എങ്ങനെയോ ഇവിടെ ലീക്കാവാറുണ്ട്. ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. അളിയൻ വരുമ്പോൾ വിമാനത്താവളം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തതാ. ഐറ്റിങ്ങൾക്കും ഉണ്ടാവില്ല വിമാനം കാണാനുള്ള ഒരു പൂതി. ഡകാ ഡകാ. എന്തേ അനക്കൊന്നും പറയാനില്ലേ? കൊണ്ടോട്ടി കഴിഞ്ഞ് എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി 20 ഉറുപ്പ്യ കൊടുത്ത ഓട്ടോറിക്ഷയിൽ കരിപ്പൂർ എയർപോർട്ടിലെത്താം. ഷാഹിനാക്കും കുട്ടിക്കും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതിന് അളിയാൻ വരാൻ കാത്തു നിന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ വിമാനത്താവളം കാണാനുള്ള സങ്കടം. എനിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അറിയിക്കാതെ വന്നോണ്ട് ഇവനെ അവിടുന്ന് കയറ്റി വിട്ടാന്ന് ആൾക്കാർ പറയണത്. നാട്ടിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടായി വരെയും അതില്ലാണ്ടായി. കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. പെട്ടി പൊളിക്കണതും കാത്തിരിക്കുക അവലൊക്കെ. ബാളിയ പെട്ടി പൊളിക്കും അടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എനിക്കൊരു സാധനം ആവശ്യമില്ല. എനിക്ക് അഭിമാനം വലിയ. ഡകാ ഡകാ. എന്തൊക്കെ കൊണ്ടോന്ന് നോക്കാലോ. എന്താളിയാ നിങ്ങൾ അഭിമാനമൊക്കെ പോയാ? അഭിമാനം നാളെ ഉണ്ടാവും. പൊട്ടിന്ന് പൊളിഞ്ഞു. ഡകാ ഡകാ. പുറത്തേക്ക് ചെല്ല്. സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ. എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. ഇതൊക്കെ ഒന്ന് ഓരിച്ചേരി. ഇന്നെ കൊണ്ട് കഴിയൂല അത് ഓരിയക്കാൻ. അല്ലേ ഓരിയക്കാൻ മാത്രം ഇതിലെന്താ ഉള്ളത്? ഇങ്ങനെയാ മനുഷ്യന്മാര് ഗൾഫുന്നേരല്. ഈ എമർജൻസി ഞാൻ എടുക്കും. എനിക്ക് കഴിഞ്ഞ വരവിടെ ഒന്നും കിട്ടിയില്ല. പഠിച്ചോനെ ഇത് അളിയന് നല്ലോണം ചേരും. വെറുതെ ഉറക്കുകയെന്നാ തോന്നുന്നു. പെട്ടിയിലൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി കടന്നോളി. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ വേണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം. അത് വേണ്ട, അത് വേണ്ട. സൂട്ട് കേസിലേ ഓന്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും.